ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ അലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഹദീസ് പാഠത്തിലെ 9-ാമത്തെ ഹദീസാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. സൊഫുകൾ ശരിയാക്കുക എന്നതാണ് നമ്മുടെ വിഷയം. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സവ്വു സുഫൂഫക്കും ഫഇന്ന തസ്വിയത്തുസ് സഫി മിൻ തമാമി സ്വല. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. അദ്ദേഹം പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ സൊഫുകൾ ശരിയാക്കുവിൻ. തീർച്ചയായും സൊഫുകൾ ശരിയായി നിൽക്കുക എന്നത് നമസ്കാരത്തിൻ്റെ പൂർണ്ണതയിൽപ്പെട്ടതാകുന്നു. മനുഷ്യവർഗത്തിൻ്റെ സൃഷ്ടിപ്പിൻ്റെ ലക്ഷ്യം അള്ളാഹുവിനെ ഇബാദത്തെടുക്കുക എന്നതാണ്. ഇബാദത്തുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നമസ്കാരം. നമസ്കാരം പൂർണ്ണതയിലെത്താൻ പ്രവാചക നിർദ്ദേശങ്ങൾ ഗൗരവബുദ്ധിയ നമ്മൾ സ്വീകരിക്കേണ്ടതുണ്ട്. കാരണം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിച്ചതുപോലെയാണ് നമ്മൾ നമസ്കരിക്കേണ്ടത്. ജമാഅത്ത് നമസ്കാരങ്ങൾ ശ്രദ്ധിക്കേണ്ട അതിപ്രധാനമായ ഒരു വിഷയമാണ് അണി ശരിയാക്കുക, സൊഫ് ശരിയാക്കുക എന്നത്. ഒരുമിച്ച് നിൽക്കുന്ന ആളുകൾക്കിടയിൽ വിടവ് നികത്തി കാലുകളും തോളുകളും അടുപ്പിച്ചു നിൽക്കൽ നമസ്കാരത്തിൻ്റെ പൂർണ്ണതയിൽപ്പെട്ടതാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നത് നമുക്ക് കാണാം. ഫലഖദ് റഅയ്ത അഹദുന യുൽസിഖു മൻകിബഹു ബി മൻകിബി സാഹിബിഹി വഖദമഹു ബിഖദമിഹി ഫലൗ ദഹബ്തു അഫ്അലു ഹാദൽ യൗം വലനഫറു അഹദുക്കും കഅന്നഹു യഗ്ലുൻ ശമൂസുൻ. തീർച്ചയായും ഞങ്ങളിൽ ഓരോരുത്തരും തൻ്റെ തോൾ അടുത്തു നിൽക്കുന്ന ആളുടെ തോളുമായും കാൽപാദം അടുത്തുള്ള ആളുടെ കാൽപാദമായും ചേർത്തു വെക്കുന്നതായി ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാൽ ഇന്ന് ഞാൻ അങ്ങനെ ചെയ്താൽ നിങ്ങളിൽ പലരും വിളറിയെടുത്ത് കഴുതയെപ്പോലെ അതിൽ നിന്നും ഓടിപ്പോകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. വല്ലാത്ത ഒരു ഹദീസാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരൻ അനസ് റളിയല്ലാഹു അൻഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖിദ്മത്ത് ചെയ്ത ഖാദിമായിരുന്നു. അന്ന് അനസ് റളിയല്ലാഹു അൻഹു കുട്ടിയായിരുന്നു. പിന്നെ പ്രായം ചെന്നു വലുതായപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ലാത്ത ഒരു കാലത്ത്, പുതിയ മുസ്ലിങ്ങൾ ധാരാളമായി വന്ന കാലത്ത് ഇത്തരം വലിയ നന്മകളുടെ എല്ലാ ഗൗരവവും വിട്ടുകളയുന്ന ഒരു ജനതയിൽ അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞ വാചകമാണിത്. ഈ കാലത്ത് ഇതേപോലെയാണ് ആളുകൾ. കാലടുപ്പിച്ചു വെച്ചാൽ, തോള് ചേർത്തു വെച്ചാൽ കഴുതയെപ്പോലെ വിളറിയെടുക്കുന്ന ആളുകളെ നമുക്ക് സമൂഹത്തിൽ കാണാൻ സാധിക്കും. നമസ്കാരം തുടങ്ങുന്നതിന് മുമ്പ് ഇമാം നിർദ്ദേശം നൽകേണ്ടതാണ്. നമസ്കരിക്കേണ്ടത് എങ്ങനെയാണ്, എന്താണ് നമസ്കാരത്തിൽ ചെയ്യേണ്ടത് സൊഫിൻ്റെ കാര്യത്തിൽ എന്ന് പ്രത്യേകം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിച്ചിട്ടുണ്ട്. അൻ-നുഅ്മാൻ ബിൻ ബഷീർ റളിയല്ലാഹു അൻഹു ഖാല അഖ്ബല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലന്നാസി ബിവജ്ഹിഹി ഫഖാല അഖീമു സുഫൂഫക്കും സലാസ മറ. 3 പ്രാവശ്യം പറയും. വല്ലാഹു ലതഖീമന്ന സുഫൂഫക്കും ഔ ലയഖാഫന്നല്ലാഹു ബൈന ഖുലൂബിക്കും. നുഅ്മാൻ ബിൻ ബഷീർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളുടെ നേരെ തിരിഞ്ഞുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു, നിങ്ങൾ സൊഫുകൾ ശരിയാവണ്ണം നിൽക്കുക. 3 പ്രാവശ്യം പറഞ്ഞു. അള്ളാഹുവാണേ, നിങ്ങൾ നിങ്ങളുടെ സൊഫുകൾ ശരിയാവണ്ണം നിലകൊള്ളണം, അല്ലെങ്കിൽ അള്ളാഹു നിങ്ങളുടെ ഹൃദയങ്ങൾക്കിടയിൽ ഭിന്നതയുണ്ടാക്കും. ഇന്ന് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് അതുതന്നെയാണ്. ആളുകൾക്കിടയിൽ ഭിന്നതയുടെ ആഴമത്രയാണ്, വലുപ്പമത്രയാണ്, പരപ്പത്രയാണ്. അതിന് പ്രധാന കാരണം സൊഫുകൾ ശരിയായി നിൽക്കുക എന്നതിൽ നിന്ന് വിട്ടുപോയത് തന്നെയാണ്. അൻ ജാബിർ ബിൻ സമ്ര റളിയല്ലാഹു അൻഹു قال رسول الله صلى الله عليه وسلم ألا تصفون كما تصف الملائكة عند ربها فقلنا يا رسول الله كيف تصف الملائكة عند ربها قال يتمون الصفوف الأول فالأول ويتراصون في الصفوف.
ജാബിർ ബിൻ സമുറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. അദ്ദേഹം പറഞ്ഞു, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ മലക്കുകൾ അവരുടെ രക്ഷിതാവിൻ്റെ അരികിൽ അണിചേരുന്നത് പോലെ അണിനിരക്കുന്നില്ലേ? ഞങ്ങൾ ചോദിച്ചു, അല്ലാഹുവിൻ്റെ റസൂലേ, എങ്ങനെയാണ് മലക്കുകൾ അവരുടെ റബ്ബിൻ്റെ അരികിൽ അണിനിരന്നിരുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവർ ആദ്യ സഫ് പൂർത്തീകരിക്കും, പിന്നീട് അടുത്തത്. സഫുകൾക്കിടയിൽ വിടവില്ലാതെ അടുത്തു നിൽക്കുകയും ചെയ്യും എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. സഫ് എവിടെ നിന്നാണ് തുടങ്ങേണ്ടത്? ഇമാം മധ്യഭാഗത്ത് വരുന്ന രൂപത്തിലായിരിക്കണം സഫ് കെട്ടുന്നത് ആരംഭിക്കേണ്ടത്. ശേഷം വലതുവശത്തേക്കും ഇടതുവശത്തേക്കുമായി ആളുകൾ മാറി മാറി നിൽക്കുകയും ഒന്നാമത്തെ സഫ് പൂർത്തീകരിച്ച് അടുത്തതിലേക്ക് ഇതുപോലെ പ്രവേശിക്കേണ്ടതുമാണ്. രണ്ടാളുകളുടെ നമസ്കാരമാണെങ്കിൽ സഫ് എന്ത് ചെയ്യണം? രണ്ടാളുകൾ മാത്രം നമസ്കരിക്കുമ്പോൾ ഇമാമിൻ്റെ വലതുവശത്താണ് മഅ്മൂമും നിൽക്കേണ്ടത്. കൂടാതെ ഒരേ സഫിൽ നിൽക്കുന്നത് പോലെ കാൽപാദങ്ങളും മടമ്പും ചേർത്ത് പിറകോട്ട് ഇറങ്ങി നിൽക്കാതെ നേർരേഖയിൽ നിൽക്കുക എന്നതാണ് നബിചര്യയിൽ കാണുന്നത്. ചില ആളുകൾ നമസ്കാരത്തിൽ 2 പേരാണെങ്കിൽ കുറച്ച് ഇറങ്ങി നിൽക്കാറുണ്ട്. ഒരേപോലെയാണ് നിൽക്കേണ്ടത് എന്ന് പ്രത്യേകമുണ്ട്. സഫിൻ്റെ അവസാനത്തെ ഒഴിവ് അതെന്ത് ചെയ്യണം? സഫിൻ്റെ ഇരുഭാഗത്തും ചെറിയ ചെറിയ വിടവുകൾ നികത്താൻ ഒരു സഫിൽ നിൽക്കുന്ന മുഴുവൻ ആളുകളും ചലിക്കുക എന്നത് ശരിയായ പ്രവണതയല്ല. അഥവാ ചെറിയ വിടവുകൾ ആ ഭാഗത്തുള്ളവർ തന്നെ നികത്താൻ ശ്രമിക്കുക. അല്ലെങ്കിൽ പിറകിൽ നിൽക്കുന്ന ആരെങ്കിലും അവിടെ നിൽക്കാൻ സാധിക്കുമെങ്കിൽ അവിടെ നിർത്തുക. അതല്ലാതെ ആദ്യം ശ്രേഷ്ഠമായ സ്ഥാനത്ത് നിന്ന വ്യക്തിയെ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റുക എന്നത് ശരിയായ രൂപമല്ല. വലതുഭാഗത്ത് നിൽക്കുന്ന ഒരു വ്യക്തിക്ക് മലായികത്തിൻ്റെ പ്രാർത്ഥന കിട്ടും എന്ന് പ്രത്യേക ഹദീസുണ്ട്. ഇമാമിൻ്റെ വലതുഭാഗത്ത് നിൽക്കുന്നവർക്ക് അവരെ കൊണ്ടുപോയി ഇടതുഭാഗത്തേക്ക് തള്ളി മാറ്റുകയോ അല്ലെങ്കിൽ ഒരാൾ നിന്ന ശ്രേഷ്ഠമായ സ്ഥാനത്ത് നിന്ന് അയാളെ മാറ്റുകയോ ചെയ്യാതെ സഫ് എങ്ങനെ ക്രമീകരിക്കാമെന്ന് ആലോചിക്കേണ്ടതുണ്ട്. കാരണം ഹദീസിൻ്റെ പദപ്രയോഗം സഫുകളിലുള്ള ആളുകൾ തമ്മിലുള്ള ചേർച്ചയിലേക്കും കോർവയിലേക്കുമാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. സഫ് ക്രമീകരിക്കുക എന്നത് ഐക്യത്തിന് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. തമ്മിൽ ഐക്യമുണ്ടാകണമെങ്കിൽ തോളോട് തോൾ ചേർന്നും മടമ്പ് ചേർന്നും നിൽക്കുക എന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും.